ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ശ്രുതിയും അതുപോലെ സുധിയും കൂടെ ചേർന്നിട്ട് നീലിമയെ ശരിക്കും കൈകാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ, ബ്യൂട്ടി പാർലറിൽ വെച്ചിട്ട് തന്നെ. അങ്ങനെ നേരെ ബ്യൂട്ടി പാർലറിലെത്തിയ ആ ഒരു നീലിമേനെ കത്തിയൊക്കെ കാണിച്ച് നമ്മുടെ ശ്രുതി ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് ശ്രുതിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അങ്ങനെ അവരവിടെ വന്നിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ട്, ശരിക്കും 10-27 ലക്ഷം രൂപ ഞങ്ങളിൽ നിന്ന് മോഷ്ടിച്ചിട്ട് പോയതല്ലേ ഡി നീ, ഇത്രയും വേഗം ഞങ്ങളുടെ പൈസ തിരിച്ച് തന്നു എന്ന് പറയുമ്പോൾ പുള്ളിക്കാരി സമ്മതിക്കണില്ല കേട്ടോ. ഞാനിങ്ങനെ മോഷ്ടിച്ചുകൊണ്ട് പോയി എന്ന് പറയാൻ പറ്റും, നീ എനിക്ക് തന്നതല്ലേ, നീയാണ് എന്നെ ചതിച്ചതെന്നൊക്കെ പറയുക. മര്യാദയ്ക്ക് നീ മാറി നിന്നോ, ഞാൻ പോലീസിനെ വിളിക്കുന്നു, തിരിച്ച് നീലിമ തന്നെ അങ്ങോട്ട് പറയാം കേട്ടോ. എന്നാൽ പിന്നെ വിളിക്കടി, നമുക്ക് കാണാം. അങ്ങനെ ആ ദേഷ്യത്തിൽ പോലീസിനെ വിളിക്കാൻ കേട്ടോ നമ്മുടെ സുധി, ഞാൻ തന്നെ വിളിക്കാമെന്നും പറഞ്ഞു. അങ്ങനെ പോലീസ് വരുന്നുണ്ട്. പോലീസിനോട് പറയുന്നുണ്ട്, ഞങ്ങൾ നേരത്തെ ഒരു കേസ് തന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ പൈസ പോയി എന്നുള്ളത്, അത് എടുത്തിട്ട് പോയത് ഈ സ്ത്രീയാണ്, ഇവിടെ കഴിഞ്ഞ് ഞങ്ങൾക്ക് പൈസ മേടിച്ച് തരണമെന്നൊക്കെ ഇങ്ങനെ പറയാം കേട്ടോ. അങ്ങനെ നമ്മുടെ നീലിമ പറഞ്ഞിട്ടുണ്ട്, ഇല്ല സാർ, ഇതൊക്കെ ഇവർ പറയുന്നത് കള്ളമാണ്, ഇവർ പറയുന്നത് കേട്ട് നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യുവാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എനിക്ക് തന്നെ ഒരുപാട് 10,000-ൽ കൂടുതൽ ഫോളോവേഴ്സ് ഉണ്ട്, ഞാൻ ഇതെല്ലാം ലൈവായിട്ട് അവരെ അറിയിക്കും, ആകെ പ്രശ്നമാവും എന്ന് പറയാം കേട്ടോ. അപ്പോൾ പോലീസ് പറയാം, എന്നാൽ പിന്നെ നിങ്ങൾ അങ്ങനെ ചെയ്തോ, പക്ഷേ എനിക്ക് കിട്ടിയ ഞങ്ങൾക്ക് ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത് അന്വേഷിച്ചേ പറ്റുള്ളൂ, അതുകൊണ്ടാണ് ഞങ്ങളിത് പറയുന്നത്, നിങ്ങൾ എത്രയും വേഗം സ്റ്റേഷനിലേക്ക് വരണമെന്ന്. അങ്ങനെ എല്ലാവരെയും കൂട്ടി പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാട്ടോ. അവർ പോലീസ് സ്റ്റേഷനിൽ പോകുന്ന നേരത്തെ നമ്മുടെ രേവതിക്ക് വലിയൊരു അബദ്ധം പറ്റുകയാണ്. രേവതിയെ വണ്ടിയിൽ പൂവെല്ലാം വെച്ചിട്ട് ഒരു സൈഡിൽ കൊണ്ട് പാർക്ക് ചെയ്തിട്ട് അവിടെ ഒരു കടയിൽ പൂ എടുക്കാൻ കയറുകയാണ്. കയറിയിട്ട് ഉടനെ ഇറങ്ങാമെന്നും പറഞ്ഞാണ് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ കയറുമ്പോൾ തന്നെ അതിനകത്തുള്ള പുള്ളിക്കാരി പറയുക, മോളെ രേവതി ഒരു 5 മിനിറ്റ് ഇവിടെ നിൽക്കും, ഞാൻ ഒന്ന് വീട് വരെ പോയിട്ട് വരട്ടെ, എൻ്റെ മോളെ ഒന്ന് സ്കൂളിൽ നിന്ന് വന്നൊന്ന് വിളിച്ചാക്കിയിട്ട് വരണം, അതിന് വേണ്ടിയിട്ടാണ്. അയ്യോ ചേച്ചി, എനിക്ക് പൂ കൊടുക്കാൻ പോകാണ്ടല്ലോ, 5 മിനിറ്റത്തെ കാര്യം ഒന്ന് സഹായിക്കടി എന്ന് പറയാം കേട്ടോ. അങ്ങനെ രേവതി അവിടെ നിൽക്കുക. ആ സമയം കൊണ്ട് നോ പാർക്കിങ്ങിലാണ് അവിടെ വണ്ടി പാർക്ക് ചെയ്തിരുന്നത്. നമ്മുടെ രേവതിയുടെ 2 വീലർ പോലീസ് വന്ന് ട്രാഫിക് പോലീസ് അത് എടുത്ത് പൊക്കിക്കൊണ്ട് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. രേവതി ഇതെല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ വണ്ടി കാണുന്നില്ല. അങ്ങനെ ഭയങ്കര സങ്കടത്തോടെ നിൽക്കുമ്പോൾ തൊട്ടടുത്ത് ഭിക്ഷയ്ക്കിരുന്ന ഒരു ഭിക്ഷക്കാരൻ പറഞ്ഞിട്ട്, മോളെ അത് പോലീസ് എടുത്തിട്ട് പോയി എന്ന്. അങ്ങനെ പേടിച്ചും വെപ്രാളം പിടിച്ച് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് നമ്മുടെ രേവതിയും ചെന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ചെന്ന് കരഞ്ഞ് കാല് പിടിച്ചൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും അവിടെ ഇരിക്കുന്ന പുള്ളിക്കാരി പറയുന്നുണ്ട്, ഇത് ട്രാഫിക് പോലീസ് പിടിച്ചതല്ലേ, അപ്പോൾ അതുകൊണ്ട് ആ പുള്ളിക്കാരൻ തന്നെ വരണം, പോരാഞ്ഞിട്ട് നിങ്ങൾ പൈസ അടച്ച് കെട്ടി തിരിച്ച് വണ്ടി എടുക്കാവുന്നുള്ളതേ ഉള്ളൂ, ഇതൊക്കെ നോക്കിയും കണ്ടൊക്കെ ഓടിക്കണ്ടേ മാഡം, പാർക്കിങ്ങിലൊക്കെ കൊണ്ട് വണ്ടി പാർക്ക് ചെയ്യാവോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. എനിക്കറിയില്ലായിരുന്നു മാഡം, അതുമാത്രമല്ല ഞാൻ പെട്ടെന്ന് ഇറങ്ങാമെന്നും പറഞ്ഞിട്ട് ഒരു നിമിഷത്തെ വ്യത്യാസം മാത്രമാണെന്നൊക്കെ പറയാം. എന്നിട്ടും അവർ സമ്മതിക്കണില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വിഷമിച്ച്, അപ്പോൾ എന്തായാലും പോലീസ് വന്നാലേ പറ്റൂ, അതുവരെ നിങ്ങൾ പുറത്തിരിക്കുന്നു പറയാം. അങ്ങനെ വെളിയിലിരിക്കുക കേട്ടോ. ആ സമയത്താണ് സുധിയും ശ്രുതിയും ഒക്കെ എല്ലാവരും കൂടെ പോലീസ് ജീപ്പിൽ അവിടെ വന്ന് ഇറങ്ങണത്. ഇവർ തമ്മിൽ പരസ്പരം കാണുന്നേ ഇല്ല കേട്ടോ. അങ്ങനെ അകത്തേക്ക് കൊണ്ടുപോയി ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നീലിമ പറയുന്നുണ്ട്, ഇവർ ശരിക്കും പറഞ്ഞാൽ ഇവർ പറയുന്ന കള്ളമാണ്, ഇവനാണ് എന്നെ ചതിച്ചിട്ട് പോയതെന്ന് പറയട്ടെ, എന്നെ കല്യാണം കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇരുന്നത്, എന്നിട്ട് ഇപ്പോൾ ഇവൻ വേറൊരു പെണ്ണിനെ കെട്ടുകയും ചെയ്യുമെന്ന് പറയാം. ആഹാ, അത് ശരി, അങ്ങനെ ഒരു സംഭവം ഉണ്ടോ? അതെ, അതിന് വേണ്ടി അവൻ്റെ അച്ഛൻ്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയതാണ് ഈ 27 ലക്ഷം രൂപ എന്നൊക്കെ നീലിമ പറയാം. ഓ അത് ശരി. അപ്പോൾ സുധി പറഞ്ഞിട്ട്, അല്ല എൻ്റെ അച്ഛന് പെൻഷൻ കിട്ടിയ പൈസയാണ്, അത് ഞാൻ ഇവർക്ക് കൊടുത്തു, പക്ഷേ എനിക്കത് തിരിച്ച് റിട്ടയർമെൻറ്റിന് ആവശ്യമുള്ള പൈസയായിരുന്നു, അത് എനിക്ക് കാനഡയിലൊക്കെ പോയി ജോലിയൊക്കെ ആയിട്ട് തിരിച്ച് അച്ഛനത് വീട്ടിൽ കൊടുക്കാമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ആ പൈസ എടുത്ത സാറേ, അല്ലാണ്ട് ഞാൻ വേറൊന്നും ഉദ്ദേശിച്ചിട്ടല്ല. പക്ഷേ ഇവളെ എന്നിൽ നിന്നും പറ്റിച്ചെടുത്തിട്ട് പോയി, എന്നിട്ട് ഇപ്പോൾ അവൾ സുഖിച്ച് അവിടെ ബിസിനസ്സും അതും ഇതൊക്കെ ചെയ്യുകയാണെന്ന് പറയാം. അപ്പോൾ നീലിമ പറയുന്നുണ്ട്, സാറേ ഞാനിവിടെ ഒരു ആവശ്യത്തിന് വന്നതാണ്, ഒരു റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട്, അല്ലാതെ ഇവരെ പറ്റിക്കാനോ ഒന്നുമല്ല. എൻ്റെ കയ്യിൽ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം, ഞങ്ങൾ തന്ന പൈസ എന്തിയെ, അത് അക്കൗണ്ടിൽ വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ചർച്ചയിലാട്ടോ. പക്ഷേ ശ്രുതിയും വിട്ടുകൊടുക്കുന്നില്ല. ശ്രുതി പറയുന്നുണ്ട്, എന്തൊക്കെ തന്നെ ആയാലും ശരി തന്നെ, ഈ കേസ് നമ്മൾ പിൻവലിക്കാനും തയ്യാറല്ല, ഞങ്ങൾ ഇവിടെ നിന്ന് പോകത്തുമില്ല, ഇവിടെ നിന്ന് പൈസ വാങ്ങിച്ച് തന്നിട്ട് ഞങ്ങൾ പോകത്തുള്ളൂ എന്ന് പറയാട്ടോ. പക്ഷേ നീലിമയ്ക്കാണെങ്കിൽ വൈകിട്ട് ഇന്ന് തന്നെ ഫ്ലൈറ്റിൽ കയറി തിരിച്ച് പോവുകയും വേണം, എന്തെങ്കിലും പോലീസ് കേസോ മറ്റോ ആയിക്കഴിഞ്ഞാൽ വിസ എല്ലാം കുഴപ്പത്തിലാവും, തിരിച്ച് പോകാനും പറ്റത്തില്ല. അങ്ങനെ അവരും വിഷമിച്ചിരിക്കുകയാണ്. അതിൻ്റെ കൂടെ പൈസ കൊടുക്കാൻ അവർക്കൂട്ട് ഭയങ്കര മടിയുമാട്ടോ. അപ്പോൾ ഈ സമയത്ത് തന്നെ നമ്മുടെ വക്കീൽ വരുന്നുണ്ട്. നീലിമ ഏൽപ്പിച്ച വക്കീൽ വന്നിട്ട് പറയുന്നുണ്ട്, പോലീസിനോട് പറയാം, അതെ ഇവരാണെങ്കിൽ കാനഡയിൽ നല്ല ബിസിനസ്സൊക്കെ ചെയ്യുന്ന മാന്യമായി ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്, വെറുതെ ഇവരെ മോശപ്പേരാക്കരുതെന്ന്. അപ്പോൾ സുധി പറയാം, കണ്ടോ എൻ്റെ നിന്ന് പൈസയും പൊക്കിക്കൊണ്ട് പോയിട്ട് അവിടെ ചെന്ന് അവൾ സുഖിച്ച് നല്ല ബിസിനസ്സൊക്കെ ആയിട്ട് ജീവിക്കുകയാണ്, എന്നിട്ട് ഞങ്ങളിവിടെ കഷ്ടപ്പെടുക, ഞങ്ങൾ സമ്മതിക്കത്തില്ല, ഞങ്ങൾക്ക് കാശ് തന്നേ പറ്റുള്ളൂ എന്ന് പറയാം. അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി കുറേ സമയമായിട്ട് ആലോചിക്കുക, സച്ചിയേട്ടനെ ഒന്ന് വിളിച്ചാലോ, അങ്ങനെ ഒരു കാര്യം ചെയ്യാം, അവസാനം സച്ചിയേട്ടനെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ എടുക്കണം. അപ്പം തന്നെ സച്ചി വിളിക്കുകയാണ് ഇങ്ങോട്ട് കേട്ടോ. ആ രേവതി, നീ എവിടെയാ, വീട്ടിലുണ്ടോ, അതോ പൂവ് കൊടുക്കാൻ പോയോ? അല്ല ഞാൻ അത് വീട് പൂവ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുക. എന്താ സച്ചിയേട്ട കാര്യം? അല്ല എന്തെങ്കിലും
എനിക്കൊന്ന് ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് വരാമെന്ന് ഞാൻ വിചാരിച്ചു, നീ വീട്ടിലുണ്ടെങ്കിൽ. അപ്പോൾ രേവതി അങ്ങ് പൊട്ടി കരഞ്ഞു പോവാട്ടോ. എന്താ രേവതി നീ ഇങ്ങനെ കരയണേ, എന്തെങ്കിലും വിഷമമുണ്ടോ നീ പറയുമെന്ന് പറയാട്ടോ. അപ്പോഴാണ് രേവതി പറയണത്, അതല്ല ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, എൻ്റെ 2 വീലർ ഇങ്ങനെ പോലീസ് പിടിച്ചു, ഞാൻ പോലീസ് സ്റ്റേഷനിലാണ് നിൽക്കണേന്ന്. സച്ചിയല്ലേ ആൾ കേട്ട പാതി കുറേ വഴക്ക് വെച്ച് കൊടുത്തു. നിനക്കറിയില്ല ഇങ്ങനെയൊന്നും കൊണ്ട് പാർക്ക് ചെയ്യാൻ പാടില്ലെന്ന്. അല്ല എനിക്ക് അറിയില്ലായിരുന്നു, അത് മാത്രമല്ല ഞാൻ പെട്ടെന്ന് കടയിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച ആ നിമിഷം കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനി പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ കാര്യം, ഞാൻ എന്തായാലും അങ്ങോട്ട് വരാം, നീ സങ്കടപ്പെടാതെ എന്ന് പറഞ്ഞ് സച്ചിയും നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സച്ചി അവിടെ വന്ന് രേവതിക്ക് കുറേ വഴക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ നിന്ന് ലേഡി പോലീസിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു കേട്ടോ. അപ്പോൾ അവർ പറയുന്നുണ്ട്, നിങ്ങൾ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇവിടെ നിന്നിട്ടൊന്നും കാര്യമില്ല, ട്രാഫിക് പോലീസ് വരട്ടെ, അവർ ഡ്യൂട്ടി കഴിഞ്ഞ് ഇവിടെ വന്ന് കേസ് ഫയൽ ചെയ്യണ സമയം നമുക്ക് സംസാരിക്കാം, നിങ്ങൾ ഫൈൻ അടച്ചിട്ട് നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോവാം എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കാത്തു നിൽക്കണം. ഈ സമയത്ത് തന്നെ നമ്മുടെ സച്ചി ഒരു ചായയൊക്കെ വാങ്ങി രേവതിക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അകത്ത് നല്ല ചൂടുള്ള ചർച്ചയിലാണല്ലോ. പൈസ കൊടുക്കത്തില്ല എന്ന് തന്നെയാണ് നീലിമ പറയുന്നത് കേട്ടോ. ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല, ഇവനാണ് എന്നെ പറ്റിച്ചിട്ട് പോയെന്ന് പറഞ്ഞ് അവർ. പക്ഷേ ശ്രുതിയുടെ എന്ന് പറയുന്നുണ്ട്, നീ കൂടുതൽ ആളാവലടി, ഇവൻ്റെ കൂടെ ഞാൻ 6 മാസം ജീവിച്ചതാ അറിയോ. അപ്പോൾ ഉടനെ പറയുന്നുണ്ട്, ശ്രുതി പറയാം, എടി നീ 6 മാസം താമസിച്ചെങ്കിൽ കാഴ്ചന് വേണ്ടിയിട്ടല്ലേ നീ അവൻ്റെ കൂടെ താമസിക്കുന്നത്, പൈസയ്ക്ക് വേണ്ടിയിട്ട്, അങ്ങനെയുള്ളവളെ നീ എന്താ പേര് വിളിക്കേണ്ടതെന്ന് അറിയോ എന്നൊക്കെ പറഞ്ഞ് തിരിച്ചും പറയുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞങ്ങൾ വിട്ടു തരില്ല എന്ന് പറയാം. പക്ഷേ കേസാക്കാൻ ഇവർക്ക് പറ്റത്തില്ല, കേസാക്കിയാൽ അവർക്ക് കാനഡയിൽ പോകാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു അവസരമായിട്ട് ശ്രുതി വിചാരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ എങ്ങനെയെങ്കിലും പൈസ കിട്ടിയാൽ കിട്ടി. അപ്പോൾ അവിടെ ചെന്നിട്ട് അവർ അയച്ചു കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ശ്രുതിയും പറയുന്നുണ്ട്, ഞങ്ങളത് വിശ്വസിക്കില്ല, ഇവള് ഞങ്ങൾക്ക് പൈസ തരാതെ ഇവളെ ഇന്ത്യ വിട്ടെന്നല്ല ഈ പോലീസ് സ്റ്റേഷൻ വിട്ട് പോലും പോവാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന്. അങ്ങനെ പോലീസ് വക്കീലിനോട് പറയാണ്, നിങ്ങൾ ആ ലേഡിയുമായിട്ട് നിന്നിട്ട് സംസാരിക്കുക, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം, എന്നിട്ട് ഒത്തുതീർപ്പാക്കാം, അതാണ് നല്ലതെന്ന്. ശരി ഞങ്ങളിത് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നീലിമേനെ വിളിച്ചുകൊണ്ട് വക്കീൽ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ. ഈ സമയത്ത് പുറത്ത് സച്ചിയും രേവതിയും ചായ കുടിച്ചുകൊണ്ടിരിക്കുക. നീലിമയെ കാണുന്ന പോലും ഇല്ല, അവരും തമ്മിൽ കാണുന്നില്ല. ഇതിനകത്ത് ശ്രുതിയും ഉള്ളതും ഇവരാരും പരസ്പരം കാണുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു പോലീസ് അങ്ങോട്ട് വരുവാണെന്ന് നോക്കുമ്പോൾ സച്ചിക്ക് പരിചയമുള്ള ആരാണ്. അങ്ങനെ സച്ചി വന്നാൽ പോലീസിനോട് ചോദിക്കുന്നുണ്ട്, അയ്യോ ഇതാരാ, സച്ചിയാണോ, എന്താ കാര്യം ഇവിടെ നിൽക്കുന്നത്, അല്ല എൻ്റെ വൈഫിന് ഇങ്ങനെ ഒരു അബദ്ധം പറ്റി, എന്താ മോളെ ഇതൊക്കെ സൂക്ഷിച്ച് ഓടിക്കണ്ടേ വണ്ടി, ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ, റോഡിലെ നിയമങ്ങളൊക്കെ പാലിക്കണ്ടേ എന്നൊക്കെ പറയാം കേട്ടോ. എന്തായാലും ആ ട്രാഫിക് പോലീസ് വന്നാലേ പറ്റുള്ളൂ, ഫൈൻ അടച്ചിട്ട് നിങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് പോകാൻ നിങ്ങൾക്ക് പറ്റും, പക്ഷേ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോടതിയിൽ പോവേണ്ടി വരുമെന്ന് പറയാം. അതും കൂടെ കേൾക്കുമ്പോൾ ഇവിടെ രേവതി ആകെ പേടിച്ച് പെട്ട് തളർന്ന് പോവുക കേട്ടോ. അത് ശരി, അപ്പോൾ കോടതിയിലേക്ക് പോകണോ എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിരിക്കാം. അവസാനം ആ ട്രാഫിക് പോലീസ് വരാൻ വേണ്ടി അവർ പുറത്ത് വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അങ്ങനെ നീലിമയും കൊണ്ടുപോയ ആ ഒരു വക്കീൽ തിരിച്ച് വരാൻ വേണ്ടി അകത്ത് ഇവരും വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇതാണ് പുതിയ എപ്പിസോഡ് കേട്ടോ. വരുന്ന എപ്പിസോഡ് ഡീറ്റെയിൽഡ് വീണ്ടും പറയാം. ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്